പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ നാം ഇവിടെ സുദൃഢമായിട്ട് സേവനമനുഷ്ഠിച്ച് നമ്മൾ നിന്ന് വേർപെട്ടു പോയ ബഹുമാനപ്പെട്ട തോമസ് അഗസ്റ്റിൻ അച്ഛൻ്റെ ഒന്നാമത്തെ ചരമവാർഷികമാണ്. അച്ഛൻ വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പരേതരായ സിസ്റ്റർ ബ്രിട്ടാസ്, കൊന്നോലി ജോൺ, സെലിൻ, കെ കുര്യൻ, ത്രേസ്യാമ്മ ജോസഫ് മടത്തിപ്പറമ്പിൽ, ബെർണാഡ് ലാൻസ് കൊറേയ, ഹെയ്ഡൻ ഡിസൂസ, ജോർജ്, കെ പി ക്ലീറ്റസ്, PM അലക്സാണ്ടർ, പുത്തൻപീട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള പാപ്പു ജോസഫ്, തെരേസ പാപ്പു, PJ റോക്കി, ട്രീസ റോക്കി, PR ജോളി, PR സേവിയ, മറ്റ് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ദൈവത്തിലേക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ജീവിതം സ്വീകരിച്ച ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ക്രിസ്റ്റഫർ ജോർജിന് വേണ്ടിയിട്ടും നമുക്ക് ദൈവബലിയിൽ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ദൈവബലി തക്കതായ ഒരുക്കത്തോടു കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാവങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, മൃതരുടെ ജീവനും വിശുദ്ധരുടെ ആനന്ദവുമാണല്ലോ. അങ്ങേ ദാസരായ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. നശ്വരതയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അനശ്വര മഹിമയിൽ അങ്ങേ രാജ്യം അവർ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ വായിച്ചു, എന്നാൽ എൻ്റെ ആഗ്രഹം അനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്, എൻ്റെ അറിവ് കൂടാതെയാണ്. തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു, അത് അവരെ നാശത്തിലെത്തിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വഴുകും. അത്
ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്, അത് ദൈവമല്ല. സമരിയായുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിധിക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധ്യാനം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. എഫ്രൈം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെ അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു, അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കുന്നു, അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. കർത്താവിൻ്റെ വചനം. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. മൂക്കുണ്ട്, എന്നാൽ മണത്തറിയുന്നില്ല. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവയ്ക്ക് കൈയുണ്ട്, എന്നാൽ സ്പർശിക്കുന്നില്ല. കാലുണ്ട്, എന്നാൽ നടക്കുന്നില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായം പരിചയം. അഹരോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നല്ലിടയനാണ്. ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് പിശാചബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചികളുടെ തലവനെ കൊണ്ടാണ് പിശാചികളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും
നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. എന്നാൽ തോമസ് അഗസ്റ്റിനസിൻ്റെ 1-ാം ചരമവാർഷികം നാം ആചരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവവിളി സ്വീകരിച്ച സലീഷ്യൻ സഭയിൽ വൈദികനായിട്ട് വടുതലയിൽ സേവനമനുഷ്ഠിച്ചു പോയ വൈദികരിൽ ഒരാളാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ അച്ഛനെ ഓർമ്മിക്കുന്നതും അച്ഛൻ വഴി ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതും. സ്നേഹമുള്ളവരെ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവർ വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വടുതലയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കൃപ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ് ഡോൺ ബോസ്കോ വടുതല. എത്രയേറെ നല്ല വൈദികരെയാണ് ദൈവം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ആ വൈദികർക്ക് ഈ നാട്ടിലേക്ക് വരുവാനായിട്ട് സാധിച്ചത് ഈ ദേവാലയവും ഈ ഡോൺ ബോസ്കോയും ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഈ വ്യക്തികളെ ഓർത്ത് യേശുവച്ച മുതൽ ഇതുവരെയും ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വൈദികർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ചരമദിനങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒന്നുകൂടിയാണ്, ഇവരെയെല്ലാം നമുക്കായിട്ട് സേവനത്തിനായിട്ട് ദൈവം അയക്കുവാനായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സ്ഥാപനത്തെയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒരു നിമിഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും വരുന്ന തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയുന്നതിന് ഈ സ്ഥാപനം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിൽ എല്ലാവരിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ദാസർക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കനിവോടെ സ്വീകരിക്കണമേ. നിസ്തുലമായി ബലി വഴി മരണബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവന് അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളുടെ അയോഗ്യതകളാലാണ് ഞങ്ങൾ നശിക്കുന്നതെങ്കിലും പാപം മൂലം മരണത്തിൻ്റെ പിടിയിൽ അമർന്ന ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ കാരുണ്യത്താലും കൃപയാലുമാണല്ലോ. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ അങ്ങേ മഹിമയ്ക്ക് മുൻപിൽ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി പെരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇതാ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി തീർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് ത്രാപുരത്തിയോടും വൈദികഗണത്തോടുമൊത്ത സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ് ഫാദർ തോമസ് അഗസ്റ്റിൻ, സിസ്റ്റർ ബ്രിട്ടാസ്, കുനോളി ജോൺ, സെലിൻ, കെ കുര്യൻ, ത്രേസ്യാമ ജോസഫ് മടത്തിപ്പറമ്പിൽ, മെർണാഡ് ലാൻസി കൊറേയ, ഹെയ്ഡൻ ഡിസൂസ, ജോർജ്, കെ പി ക്ലീറ്റസ്, പി എം അലക്സാണ്ടർ, പുത്തുമീട്ടിൽ ബാബു ജോസഫ്, തെരേസ പാപ്പു, പി ജെ റോക്കി, ട്രീസ റോക്കി, പി ആർ ജോളി, പി ആർ സേവ്യം, എല്ലാ മരിച്ച വിശ്വാസികളെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നാം തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊപ്പം നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദൈവോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് എത്തിച്ചുവെല്ലാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതനാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂടാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ എളിയ ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദൈവിക രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കുകയും അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ യാചിക്കുന്ന അങ്ങേ ദാസരുടെ ആത്മാക്കൾക്ക് പാപമോചനത്തിന് ഉപകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപൂജ സമാപിച്ചു.